ഏറ്റവും നല്ല സ്വഭാവമുള്ള നല്ല പെരുമാറ്റമുള്ള ഭർത്താവിനെ പെൺകുട്ടിക്ക് വേണ്ട. 6 മാസമായിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിലേക്ക് വന്നിട്ട് പറയാണ് എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല. കല്യാണത്തിന് മുന്നേ ഈ പയ്യനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നല്ല സ്വഭാവമുള്ള പയ്യനാന്നുള്ള റിപ്പോർട്ടാണ് എല്ലായിടത്തും നിന്ന് കിട്ടിയത്. സിഗരറ്റ് വലിയില്ല, മദ്യപാനമില്ല, അനാവശ്യ കൂട്ടുകെട്ടിയില്ല, മതപരമായ കാര്യങ്ങളിലേക്ക് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭർത്താവായിട്ട് ഇയാൾ എല്ലാവരോടും നല്ല രീതിയിൽ നിൽക്കുന്ന, ആരോടും വലിയൊരു എതിർത്ത് പറയുകയോ കൂടുതലായിട്ട് ഓവറായിട്ട് സംസാരിക്കുകയോ ഒന്നുമില്ല. പെൺകുട്ടിയോട് ചോദിച്ചപ്പം ഇത് തന്നെയായിരുന്നു പെൺകുട്ടിയുടെ പ്രശ്നം. ആരുമായിട്ട് ബന്ധമില്ല, ആരെന്ത് പറഞ്ഞാലും കളിയാക്കിയാലും പ്രശംസിച്ചാലും ഇയാൾക്ക് ആക്ഷനും ഇല്ല, റിയാക്ഷനും ഇല്ല. ജോലി സ്ഥലത്ത് ഇയാളുടെ കാര്യം മാത്രം നോക്കിപ്പോകും, ഒന്നിലും ഇടപെടില്ല. എനിക്ക് മെൻ്റലി ഫിസിക്കലി ഒരു സപ്പോർട്ടും ഇല്ല, സെക്ഷലി കോണ്ടാക്റ്റിലൊന്നും ഇയാൾക്ക് താല്പര്യമേ ഇല്ല. ഇയാളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയില്ല. ഞാനൊരു ആണത്തമില്ലാത്തവൻ്റെ കൂടെ ജീവിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് വരുന്നത്. എന്നോട് പലരും എൻ്റെ സുഹൃത്തുക്കൾ കൂട്ടുകാരികളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ഒരാളിൽ നിന്നാണ് ഇത്തരം പെരുമാറ്റങ്ങൾ ഉണ്ടാകാറുള്ളത്. ഇതിവിടെ ചെറുപ്പകാലം മുതലേ ഇവരിലുണ്ട്. പ്രായപൂർത്തിയാകുന്ന സമയത്താണ് ഇവർക്കത് പ്രകടമായി തുടങ്ങുക. ഇതും കൂടെ ചേർന്നതാണ് ഇവരുടെ പേഴ്സണാലിറ്റി. പതിയെ പതിയെയുള്ള മെൻ്റൽ സപ്പോർട്ടിലൂടെയും തെറാപ്പികളിലൂടെയൊക്കെ ഈ ഒരു ക്യാരക്ടറിനെ ചെറിയ തരത്തിലൊക്കെ മാറ്റങ്ങൾ വരുത്താം. പൂർണ്ണമായി ഭേദമാകുമോ എന്നുള്ള കാര്യം അത് കുറച്ചൊരു പ്രയാസമുള്ളതാണ്. എന്നാലും നല്ല മെൻ്റൽ സപ്പോർട്ടും കൃത്യമായ തെറാപ്പികളൊക്കെ കൊടുത്താൽ ഒരു പരിധിവരെ ഇവരെ നല്ല രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും.